കൂട്ടുകാരെ, ഞാൻ ഫിദാവി നടുവിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 5C പഠിക്കുന്നു. ഒക്ടോബർ 4 മുതൽ 10 വരെ ലോക ബഹിരാകാശ വാരമായി നാം ആഘോഷിക്കുന്നു. അതിൻ്റെ ഭാഗമായി കുറച്ച് ചോദ്യോത്തരങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവെക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം: ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ആര്യഭട്ടയാണ് ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം. ബഹിരാകാശത്തെത്തിയ പ്രഥമ ഭാരതീയൻ ആരാണ്? ബഹിരാകാശത്തെത്തിയ പ്രഥമ ഭാരതീയൻ ആരാണ്? രാകേഷ് ശർമ്മയാണ് ബഹിരാകാശത്തെത്തിയ പ്രഥമ ഭാരതീയൻ. ബഹിരാകാശ സഞ്ചാരം നടത്തിയ ആദ്യ ഇന്ത്യൻ വംശജ ആരാണ്? ബഹിരാകാശ സഞ്ചാരം നടത്തിയ ആദ്യ ഇന്ത്യൻ വംശജ ആരാണ്? കൽപ്പന ചൗളയാണ് ബഹിരാകാശ സഞ്ചാരം നടത്തിയ ആദ്യ ഇന്ത്യൻ വംശജ. 1969 ജൂലൈ 21 ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ എത്തിയ ബഹിരാകാശ സഞ്ചാരികൾ ആരെല്ലാമാണ്? 1969 ജൂലൈ 21 ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ എത്തിയ ബഹിരാകാശ സഞ്ചാരികൾ ആരെല്ലാമാണ്? നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ, മൈക്കൽ കൊളിൻസ് എന്നീ 3 വ്യക്തികളാണ് ആദ്യമായി ബഹിരാകാശത്ത് എത്തിയവർ. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് വിക്രം സാരാഭായ് ആണ് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ പ്രസിഡന്റായ ശാസ്ത്രജ്ഞൻ ആരാണ്? APJ അബ്ദുൽ കലാമാണ് ഇന്ത്യൻ പ്രസിഡന്റായ ശാസ്ത്രജ്ഞൻ. പ്രഥമ ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗഗാറിൻ സഞ്ചരിച്ച വാഹനം ഏതാണ്? പ്രഥമ ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗഗാറിൻ സഞ്ചരിച്ച വാഹനം ഏതാണ്? വോസ്റ്റോക്ക് 1 ആണ് പ്രഥമ ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗഗാറിൻ സഞ്ചരിച്ച വാഹനം. അടുത്ത ചോദ്യം: ബഹിരാകാശത്തെ ഏറ്റവും അധികം കാലം കഴിച്ചുകൂട്ടിയ വനിത ആരാണ്? ബഹിരാകാശത്തെ ഏറ്റവും അധികം കാലം കഴിച്ചുകൂട്ടിയ വനിത ആരാണ്? സുനിത വില്യംസ് ആണ് ബഹിരാകാശത്തെ ഏറ്റവും അധികം കാലം കഴിച്ചുകൂട്ടിയ വനിത. മനുഷ്യൻ ആദ്യമായി നിർമ്മിച്ച കൃത്രിമ ഉപഗ്രഹം ഏതാണ്? സ്പുട്നിക് 1 ആണ് മനുഷ്യൻ ആദ്യമായി നിർമ്മിച്ച കൃത്രിമ ഉപഗ്രഹം. ചന്ദ്രനിൽ അവസാനമായി കാലുകുത്തിയത് ആര്? യൂജിൻ സെർനാർ ആണ് ചന്ദ്രനിൽ അവസാനമായി കാലുകുത്തിയത്. യൂജിൻ സെർനാർ ചന്ദ്രനിൽ പോയത് ഏത് വർഷം, ഏത് വാഹനത്തിൽ? 1972 അപ്പോളോ 17 യൂജിൻ സെർനാർ ബഹിരാകാശത്ത് ചന്ദ്രനിൽ പോയത്. അടുത്ത ചോദ്യം: എവിടെ നിന്നാണ് ആര്യഭട്ട വിക്ഷേപിച്ചത്? റഷ്യയിൽ നിന്നാണ് ആര്യഭട്ട വിക്ഷേപിച്ചത്. ISRO ഏത് രാജ്യത്തിൻ്റെ സ്പേസ് ഏജൻസിയാണ്? ISRO ഇന്ത്യയുടെ സ്പേസ് ഏജൻസിയാണ്. അതുപോലെ തന്നെ ഒരുപാട് രാജ്യങ്ങളിൽ സ്പേസ് ഏജൻസി ഉണ്ട്. അത് ഏതെല്ലാമാണെന്ന് നമുക്ക് പരിചയപ്പെടാം. ആദ്യം തന്നെ യുഎസ്എയുടെ സ്പേസ് ഏജൻസിയാണ് നാസ. ജപ്പാനിൻ്റെ സ്പേസ് ഏജൻസിയാണ് ജാക്സ. റഷ്യയുടെ സ്പേസ് ഏജൻസിയാണ് RSA. യൂറോപ്പിൻ്റെ സ്പേസ് ഏജൻസിയാണ് ESA. യൂറോപ്പിൻ്റെ സ്പേസ് ഏജൻസിയാണ്. അടുത്തത് ചൈനയുടെ സ്പേസ് ഏജൻസിയാണ്. CNSA ആണ് ചൈനയുടെ സ്പേസ് ഏജൻസി.
ഇത്ര നേരം എന്നെ ശ്രവിച്ചതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.